ഹായ്. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡൊക്കെ അടുക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരമായി, എന്നാൽ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചുമ്മാ അവിടെ അടുത്ത് വരെയാണ് കേട്ടോ. പിക്കുമോൻ കളിക്കാൻ പോയിക്കാണ്, അത് കാരണം കൊണ്ട് അവൻ വരുന്നില്ല. അവനിവിടെ അടുത്തൊക്കെ കളിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും പോയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നെയ്ബറിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പിക്ക് വരുമ്പോൾ ഇനി അഥവാ നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ അവനവിടെ കയറി ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെളിയിൽ പോയിട്ട് വരാം. കുറച്ച് കാര്യങ്ങളുണ്ട്. തനക്കുട്ടീനെ ഒന്ന് പല്ലൊക്കെ എടുക്കാനായിട്ട് പോകണം. അവളെ പല്ലൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ. 6 വയസ്സായിട്ടില്ല, പക്ഷേ അതിന് മുന്നേ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പല്ല് പോവുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ പല്ലാണ് ഇളകുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ തൊടാനായിട്ട് സമ്മതിക്കുന്നില്ല. ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ മാത്രമേ. എടുക്കണ്ട അമ്മ, പേടിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പേടിപ്പിക്കണ്ട, അവൾ ഡോക്ടറെ അടുത്ത് പോയി എടുക്കാൻ തയ്യാറാണെന്ന്. പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരാം കേട്ടോ. ഞങ്ങളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഡെൻ്റൽ ക്ലിനിക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ്, സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ നല്ല ദൂരെയാണ് ഡെൻ്റലിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകാറുള്ളത്. ജസ്റ്റ് ഒരു പല്ല് പറിക്കല്ലേ വേണ്ടൂ എന്ന് വെച്ചിട്ട് തപ്പിത്തെരഞ്ഞ് അവസാനം ഒരു നല്ലൊരു ഡെൻ്റൽ ക്ലിനിക്ക് കണ്ടെത്തി കേട്ടോ. അപ്പോൾ തനക്കുട്ടിയുടെ കാര്യം നോക്കിയപ്പോഴത്തേക്കും അവൾക്ക് ഇപ്പം പല്ലൊന്നും പറിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത്. ഇത് സർജനാണ്. എന്നാൽ പിന്നെ നമ്മുടെ പല്ലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പല്ലിന് ഒരു ഭാഗത്തെ ഒരു പല്ലിന് ഒരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. കാലത്തായിരുന്നു ആക്ച്വലി എനിക്ക് വേദന ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഇടത് ഭാഗത്ത് ഒരു ഒറ്റ പല്ലിന്, ഇതാ കണ്ട തൊട്ട പല്ലിനായിരുന്നു വേദന. ബാക്കി ഈ പല്ലുകൾക്കൊന്നും പ്രശ്നമില്ല, ആ ഒരു പല്ലിന് മാത്രം വേദനയായിരുന്നു കേട്ടോ. എന്താന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന്. തനക്കുട്ടിയുടെ പല്ല് കണ്ടോ, ഒന്ന് പോയി മേലെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെയും ഇതേ പറിക്കണ്ട, തന്നെത്താൻ ആടി പോയിക്കോട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പറിച്ച് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് 6 വയസ്സായിട്ടില്ലല്ലോ എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ശരത്തേട്ടൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. ഇപ്പം മാങ്ങാക്കാലമായ കാരണം കൊണ്ട് ഇഷ്ടംപോലെ മാമ്പഴം, ഇവിടെ പല വെറൈറ്റി മാമ്പഴങ്ങൾ കിട്ടും കേട്ടോ. പക്ഷേ വെയിൽ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ വാടിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവസാനം നമ്മൾ തപ്പിത്തെരഞ്ഞ് ഒരു മാങ്ങ കടയിലെത്തി. അവിടെ നല്ല മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നീങ്ങിയപ്പോഴത്തേക്കും പനനൊങ്ക് കണ്ടു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് പനനൊങ്ക് കാണാറുണ്ട്, പക്ഷെ വാങ്ങിക്കാറൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അതൊന്ന് വാങ്ങിക്കാമെന്ന് വെച്ച് തൊട്ടപ്പുറത്ത് ഇങ്ങനെ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ പൂക്കളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ എല്ലാവരും അതൊക്കെ യൂസ് ചെയ്യും വൈകുന്നേരം പൂജയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പനനൊങ്കിൻ്റെ ഭംഗി കണ്ടു, എന്തൊരു രസമാണല്ലേ. പണ്ട് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് പനനൊങ്കൊക്കെ കഴിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ, എന്ത് സാധനം കണ്ടാലും എന്തെങ്കിലും ഒരു ഓർമ്മ എൻ്റെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ പച്ചക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും പഴം അങ്ങനെയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടോ. ഒരുപാടൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു. പിക്കുതേ കറക്റ്റ് ടൈമായപ്പോൾ കളി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പനനൊങ്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പനനൊങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടോ, 3 എണ്ണം 50 രൂപ. അതിനിടയ്ക്ക് എൻ്റെ മോൻ വന്നതാണ് കേട്ടോ, പിക്കു. അപ്പോൾ പിക്കു വന്നപ്പോഴത്തേക്കും ഡോറടയ്ക്കലും തുറക്കലും സൗണ്ടൊക്കെ ആയപ്പോൾ ഞാനത് കട്ട് ചെയ്തതാണ് കേട്ടോ വർത്താനം പറയുന്നത്. അവനോട് വേണോന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. വലിയ ഡിമാൻഡായിരുന്നു കേട്ടോ. ഇതെന്താ സാധനം എന്ന് പോലും അവന് മനസ്സിലായിട്ടില്ല. പനനൊങ്കൊന്നും പറഞ്ഞിരിക്കൊന്നും അറിയില്ല കേട്ടോ. ഇവരൊന്നും കഴിച്ച ശീലല്ലേ. നമ്മളൊക്കെ ചെറുപ്പത്തിലെ തൊട്ടേ ഇതൊക്കെ കണ്ടു വളർന്നു. നമുക്ക് ഈ വക ബേക്കറി ഐറ്റംസിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്ന് പരിചയമില്ലല്ലോ. നമ്മുടെ ഈ വക നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് വളർന്ന കാരണം കൊണ്ട് നമുക്കിതൊക്കെ അറിയാം. പല കുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പനനൊങ്ക് ഞാൻ മേടിച്ചിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിച്ചോട്ടെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. കുറച്ച് കിവി,
മാംഗോ മാമ്പഴം നല്ല മണമാണ്, നല്ല മധുരമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന്റെ ബേസിൽ നമ്മൾ മേടിച്ചതാണ്. മധുരം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മാങ്ങ വാങ്ങിച്ചിട്ട് നമുക്ക് അത്ര രസം തോന്നിയില്ല കേട്ടോ. കഴിഞ്ഞ വർഷം വാങ്ങിച്ച മാങ്ങ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ മാങ്ങകളൊന്നും അത്ര പോരാ, എന്നാലും സീസൺ അല്ലേ. മാംഗോ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ 2-3 ഓറഞ്ച്. ഇതെനിക്ക് ഫേസിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കഴിക്കുകയും ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉരയ്ക്കാന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇത് വെച്ച് ചെയ്തിട്ട് വല്ല മുൾട്ടാനി മിട്ടിയൊക്കെ ഇട്ടാൽ ഫേസ് നല്ല ക്ലിയർ ആവും. എനിക്കിപ്പോൾ കണ്ടോ കുറച്ച് കുരുക്കളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ചൂട് കാരണം കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ചെറുത് കണ്ടപ്പോൾ കുറച്ച് ഓറഞ്ച് ഞാൻ വാങ്ങിച്ചു. പിന്നെ കിവിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. കിവി കണ്ടോ, കിവി മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ, ദാല് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേന്ത്രപ്പഴം. പിന്നെ നാളെ രാവിലെ ഒന്നല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ഉപ്മ, ഏതെങ്കിലും ഒന്ന് ഞാൻ ഉണ്ടാക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് റോബസ്റ്റ പഴം, നല്ല ഇത് ഇവിടുത്തെ റോബസ്റ്റ പഴം കേട്ടോ. ഇതിങ്ങനെയാണ് ഇവിടുത്തെ റോബസ്റ്റ. നമ്മുടെ അവിടെ പച്ചയല്ലേ, ഇവിടെ ഇങ്ങനെ ലൈറ്റ് ലെമൺ യെല്ലോ കളറിലാണ് റോബസ്റ്റ പഴം വരിക. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ റോബസ്റ്റ പഴം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ റോബസ്റ്റ പഴം വാങ്ങിച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മുതുക്ക് നേന്ത്രപ്പഴം, വളരെ വലുതാണ്. അപ്പോൾ 2 കട്ട് ചെയ്തിട്ട് 2 കഷ്ണമാക്കിയിട്ട് കൊടുക്കേണ്ടി വരും. അത്രയും വലുതാണ്. പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പല്ലൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ട് ഐസ്ക്രീം, ആകെ സമ്മറിനാണ് ഇവിടെ ഐസ്ക്രീം മേടിക്കുക. അത് ഞങ്ങൾ മാക്സിമം മുതലാക്കും. അത് കാരണം കൊണ്ട് ഐസ്ക്രീം മേടിച്ചത്. ഞാൻ വലിയ കഴിപ്പൊന്നും കഴിക്കൊന്നുമില്ല, ഇടയ്ക്കൊക്കെ പലപ്പോഴും. പക്ഷെ കുട്ടികൾക്ക് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത്ര നല്ലതൊന്നല്ല, പക്ഷെ ആകെ സമ്മറിനാണ് കേട്ടോ 3-4 പ്രാവശ്യം നമ്മളിങ്ങനത്തെ ബോക്സുകൾ മേടിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ മേടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സെയിം ഫ്ലേവർ തന്നെയാണ് മേടിച്ചു, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത്രയൊക്കെ സാധനങ്ങളെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ, ഇനി വിളക്ക് വെക്കണം, അത് കഴിഞ്ഞാൽ ഡിന്നർ ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലതാ. നമ്മള് പനനൊങ്ക് കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പൊ തനിക്കുട്ടി കുഞ്ഞിലേക്ക് കഴിച്ചിട്ട് അവർക്ക് ഓർമ്മയില്ല ഇതിന്റെ ടേസ്റ്റ് എന്താന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ തരാന്ന്, കഴിച്ചു നോക്കട്ടെ അവള്. ഇതിന്റെ തൊലി പൊളിക്കാം ആക്ച്വലി, പക്ഷേ ഇതിന് നല്ല ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കടിച്ച് കാരി തിന്നോളം പറയാണ് അവളുടെ അടുത്ത്. അങ്ങനെ എൻ്റെ പൊന്നും കടത്തിന് ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ആദ്യം കണ്ടപ്പോൾ ഇത് എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും എന്നുള്ളത്. നമ്മൾ കൊടുക്കാത്ത കുറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി നല്ല മധുരം ഉണ്ട് കേട്ടോ. 2 കൂടി മേടിക്കായിരുന്നു ഞാൻ. ചില സമയത്ത് അത്ര മധുരം കിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു സെറ്റ് മേടിച്ചല്ലോ. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 3 ഉണ്ടാവും കേട്ടോ. സാധാരണ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ ഒരു പാക്കിൽ 3 ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ അങ്ങനെയാണ് പൊളിച്ചു തരുന്നത്. തന്നെ 50 രൂപയാണ് മേടിച്ചത് കേട്ടോ. അപ്പം നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് വന്നു, നല്ല വൃത്തിയായിട്ട് പല്ല് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. തനുക്കുട്ടിയുടെ പല്ല് ആക്ച്വലി പറിക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ. പക്ഷെ ആ ഡോക്ടർ എന്താ പറയണെന്ന് വെച്ചാൽ പല്ല് ആടുന്നുണ്ട്, പക്ഷെ ഡോക്ടറായിട്ട് അത് എടുക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് 6 വയസ്സാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് അതിന് പോകാനുള്ള ടൈം ഉണ്ട്. ബാക്കിൽ പല്ല് ഒരെണ്ണം വന്നു, ഒരെണ്ണം നമ്മൾ എടുത്തായിരുന്നു. അത് കാരണം കൊണ്ട് അത് തന്നെത്താൻ പൊയ്ക്കോളും. അത് നല്ലപോലെ ഇങ്ങനെ ഷേക്കായിട്ട് തന്നെ ഇളകി തന്നെത്താൻ പൊക്കോളും എന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മളായിട്ട് അത് എടുക്കണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ സാധാരണ നമ്മൾ പറിച്ചെടുക്കില്ലേ, അത് ചെയ്യണ്ട. അത് തന്നെത്താൻ ഇളകി വേര് പൊട്ടും. ആ സമയത്ത് മാത്രം എടുത്തു കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പേടിച്ചിട്ട് ഇവളുടെ പല്ലിന് കേടുള്ള കാരണം കൊണ്ട് ഇനി നമ്മളായിട്ട് എടുത്ത് അവൾക്ക് വേദന വരണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഡോക്ടറെ കാണാനായിട്ട് പോയത്. പക്ഷെ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും പല്ലെടുത്തൊന്നുമില്ല, ജസ്റ്റ് ചെക്ക് ചെയ്തു. ഞങ്ങൾ 2 പേരും ക്ലീനും ചെയ്തു. ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഞങ്ങൾ ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് പല്ല് ക്ലീൻ ചെയ്യും. അപ്പം അങ്ങനെ പല്ലൊന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിക്കാം. എനിക്ക് പല്ല് വേദന ഉണ്ടാകും. ഈ ഒരു ഇവിടുത്തെ പല്ലിന് വേദനയാണ്. അതെന്താ കുഴപ്പമെന്ന് വെച്ചാലേ, ഞാൻ ഒരു ഭാഗത്ത് ഇട്ടിട്ട് ചൂ ചെയ്യുക. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചവച്ചരക്കില്ലേ, അത് ഈ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് ചെയ്തിട്ട് വന്ന കുഴപ്പമാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ പല്ല് വേദന വന്നതെന്നാണ് പറയുന്നത്.
അപ്പോൾ രണ്ട് ഭാഗത്തും ഇട്ടിട്ട് ചവയ്ക്കാൻ പറഞ്ഞു. നമ്മളത് ശ്രദ്ധിക്കില്ല. നമ്മുടെ ഒരു ശൈലി നമ്മൾ എങ്ങനെയാണോ ശീലിച്ചേക്കുന്നത് അതല്ലേ നമ്മൾ പാലിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ശീലിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സൈഡിലിട്ട് ചവച്ചിട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഭാഗത്തിന് മാത്രം ഒരു പല്ലിന് കേട്ടോ. പക്ഷെ അത് വേറെ കേടോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തിട്ടിട്ട് ചവച്ചരച്ച് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു. അത്ര മാത്രം ഒരു സജഷൻ പറഞ്ഞോളൂ. ക്ലീനിങ് പിന്നെ നമ്മൾ ചെയ്തതാണ് വെറുതെ കേട്ടോ. അങ്ങനെയല്ല, ഒരു സ്പൂൺ എടുത്തിട്ടോ ഞാൻ ഇങ്ങനെ കോരിത്തരാം. ഞാൻ ഇവർ തെറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആകെ 3-4 മനുഷ്യർ ഇവർ കഴിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങിക്കും. ഇതിപ്പോൾ നല്ല സമ്മർ സീസൺ ആയ കാരണം കൊണ്ട് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് നല്ല കറയുള്ള സാധനമാണ് കേട്ടോ. ഡ്രസ്സിലായ വിവരം അത് ഇതല്ല, സ്റ്റീലിന്റെ സ്പൂൺ എടുത്തിട്ട് വാ. ഇങ്ങനെ കഴിക്കാവുന്നുള്ളൂ. ഇത് ഇങ്ങനെ എടുത്ത് നോക്കാം. കണ്ടോ, നമ്മള് കരിക്ക് കഴിക്കില്ലേ അതേപോലെ. എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി നല്ല മധുരമുണ്ട്. ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം. ഷെർത്തേനോട് അൽഫാം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സാറ്റർഡേ ആയതുകൊണ്ടേ പുറമെ നല്ല റഷാണ്. എല്ലാവരും ഹോട്ടലുകളുടെ മുന്നിലായിരിക്കും. എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് സാറ്റർഡേ സൺഡേ വീക്കെൻഡുകളിലെ പണി. വെള്ളി ശനി ഞായർ ബാംഗ്ലൂർ വേറൊരു മോഡൽ ജീവിതമാണ്. കാരണം സാറ്റർഡേ സൺഡേ ഇത് ഫ്രൈഡേ ജോലി കഴിഞ്ഞാൽ എല്ലാവരും നല്ല തിരക്കായിരിക്കും, മിക്കവാറും പുറത്തായിരിക്കും. അപ്പോൾ അങ്ങനെ വീക്കെൻഡ് അല്ലേ, അതിൻ്റെ ഒരു റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഹോട്ടലുകളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് വരുമായിരിക്കും. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഉണ്ടാക്കണം. അതേമ്മാ അങ്ങനെ നമ്മളിതാ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണേലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാറുണ്ട്. അത് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാലും മതി. ഇപ്പോൾ കയ്യിൽ നിറച്ച് മോതിരങ്ങൾ കിടക്കണ കാരണം കൊണ്ടേ ആ കയ്യിൽ നിന്ന് അത് ഊരിയിട്ട് അപ്പുറത്തെ കയ്യിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ആ മോതിരത്തിൻ്റെ ഇടയിലൊക്കെ ഈ മാവ് കയറി വൃത്തികേടും. പിന്നെ അത് വൃത്തിയാക്കാൻ വേറെ സമയം കണ്ടെത്തണം. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഊരി അപ്പുറത്തെ കയ്യിലേക്ക് ഇട്ടതാണ്. പിന്നെ ഞാനൊരല്പം പാൽ, ഒരു 1/4 കപ്പിന് താഴെ കേട്ടോ അത് ചേർക്കാറുണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തി കുഴക്കണേലേക്ക്. കാരണം അത് നല്ല സോഫ്റ്റായിട്ട് വരും. ചപ്പാത്തി ആണെങ്കിലും ഫുൽക്കി ആണെങ്കിലും പെട്ടെന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഞാൻ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ വേറെ എക്സ്ട്രാ നെയ്യൊന്നും അതിൽ തടവാനായിട്ട് പോകുന്നില്ല. ഈ ഒരു പ്രാവശ്യം ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നതല്ലാണ്ട് വേറെ നെയ്യോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിതിൽ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നെയ്യ് തടവാത്ത ഒരു ചപ്പാത്തിയുടെ ഗണത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൂട്ടാട്ടെ. ചപ്പാത്തിന്ന് ഫുൾക്കാന്ന് എന്ത് വേണമെങ്കിലും പറയാം. ഞാനിതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഒരുപാട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി പരത്താനായിട്ട് തുടങ്ങി. അപ്പോൾ പരത്തലും ചുടലും ഒരുമിച്ചാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 2 ആയി കഴിഞ്ഞാൽ, അതായത് 2-3 പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ചട്ടകം വെക്കൂട്ടെ. ചപ്പാത്തിയുടെ പലകയല്ല അല്ലേ, ചപ്പാത്തിയുടെ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരത്തേട്ടൻ പുതിയ എന്തോ പ്ലാനായിട്ട് വന്നതാണ് കേട്ടോ. ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആദ്യം ഞാൻ കരുതിയത് ഈ വൈൻ എടുക്കാനായിരിക്കും എന്നാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഇട്ടിട്ടുള്ള വൈനാണ് കേട്ടോ. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇരുന്ന് വീര്യം കൂടി കാണും. അങ്ങനെ കുറച്ച് ബോട്ടിൽസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ എടുത്ത് കുടിക്കാറൊന്നുമില്ല. കുറച്ച് പഴക്കം വരട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ സത്യം പറയുകയാണെങ്കിൽ മറന്നുപോയി എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ശരത്തേട്ടൻ ഇതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് ഇത് എടുത്തപ്പോഴാണ് അയ്യോ വൈനിട്ടത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുപ്പിങ്ങ് താഴത്തേക്ക് ഇറക്കിയേക്ക്, 1 വർഷമായില്ലേ ഇട്ടിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല കളറൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു മൂടിക്ക് ചെറിയ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തന്നെ ആദ്യം എടുത്തത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഈ വെക്കേഷൻ പ്രമാണിച്ച് കുട്ടികൾക്ക് ഭയങ്കര ബോറടിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ബോറടി എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ബോറടി എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഇതേ ക്യാരം ബോർഡ് എടുത്തതാണ് കേട്ടോ ശരത്തേട്ടൻ മോളിൽ നിന്ന്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് മേലെ എടുത്ത് വെച്ചത്, കാരണം സ്കൂൾ ടൈമിലൊന്നും ഇത് കളിക്കാനിരിക്കാനുള്ള നേരമൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ വെക്കേഷനല്ലേ, ഇപ്പോൾ നമ്മളിവിടെ തിരിച്ചു വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർ ഇതൊക്കെ കളിക്കട്ടെ എന്ന് വെച്ചിട്ട് വൈകുന്നേരങ്ങളിലാണ് ഈ ബോറടി. പകലൊക്കെ അവർ കളിക്കാൻ പോവും, ഉച്ച കഴിഞ്ഞും അവർ കളിക്കാൻ പോവും, പിന്നെ ഒരു 6:30 ആയിട്ടാണ് കളി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഒരു ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിക്കു വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞാൻ പാത്രമൊക്കെ കഴുകട്ടെ. ആകെ 2-3 പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ കഴുകി ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഉണ്ടാക്കിയ 1-2 പാത്രം മാത്രം. പക്ഷെ എന്നാലും അവനത് വന്ന് ചോദിക്കാനുള്ള മനസ്സുണ്ടായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരിക്കലും അവനോട് വേണ്ടാന്ന് പറയില്ല കേട്ടോ. അവൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് അടുക്കളയിൽ ചെയ്യുന്ന കണ്ടാലും അമ്മയെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും. ചിലപ്പോഴൊക്കെ ഞാൻ വേണമെന്ന് പറയുകയും ചെയ്യും. അവൻ പാത്രം കഴുകലാണ് അവൻ്റെ മെയിൻ കേട്ടോ. അത് അവൻ്റെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉള്ള പാത്രമാണെങ്കിലും അവൻ തന്നെയാണ് കഴുകി വയ്ക്കുന്നത്. തനിക്കുട്ടി ഇതൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾ വന്ന് ചോദിക്കും കേട്ടോ. അവൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. എന്നാലും പാത്രമൊക്കെ കഴുകി ഹെൽപ്പ് ചെയ്യുന്നത് പിക്കുമോൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കയറി വരുന്ന പെൺകുട്ടിക്ക് ഒരു ഉപകാരമായിരിക്കുമല്ലോ. താങ്ക് മീ ലേറ്റർ മരുമോളെ. എല്ലാവർക്കും കളിക്കാൻ ആകെ 4 പേരല്ലേ ഉള്ളൂ. 4 സൈഡിൽ ഇരിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ കളി തുടങ്ങി. അപ്പോൾ എനിക്കും തനിക്കുട്ടിക്കും വലിയ കാര്യമായിട്ടൊന്നും കളിക്കാറിയില്ല. എന്നാലും ഞങ്ങൾ ഇപ്രാവശ്യം 3-4 കോയിൻ കിട്ടിയായിരുന്നു കേട്ടോ. ശരത്തേണ്ണും പീക്കും അടിപൊളിയായിട്ട് കളിക്കും. അപ്പോൾ അത് കാരണം ഞങ്ങളെ പെട്ടെന്ന് തോൽപ്പിക്കാനായിട്ട് അവർക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം തനുവിൻ്റെ കൂടെ കളിച്ചപ്പോൾ അവൾക്ക് കോയിൻസ് ഒക്കെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കൈ കടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അല്ലെങ്കിൽ അവൾക്ക് തോന്നില്ലേ അവൾ അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന്, അത് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കുത്ത് കളി കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടൊന്നുമില്ല, ആകെ 11 കഴിച്ചുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒത്തിരി ലേറ്റ് ആവാൻ നിൽക്കാറില്ല കേട്ടോ ഡിന്നർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.